Mysterio is in right now. He looks as great as he ever looked at any point in his career. It's incredible. സോറി എടാ ഓണർ വന്ന് ഹോട്ടലിൽ ഓണർ വന്ന് സോറി കുഴപ്പമില്ല പറഞ്ഞോ. എടാ ഒന്ന് സംസാരിച്ചിട്ടോ. സീനായി ഒരു ഹോട്ടലെടുത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? നാശനഷ്ടങ്ങളുടെ എല്ലാം ബില്ല് ഉണ്ടാക്കിയിട്ട് അങ്ങ് കൊണ്ടുത്താ. അല്ലാ ആര് നിന്റെ ഉപ്പ് കൊടുക്കോടാ നാറി, ഞാൻ തന്നെ കൊടുക്കണ്ടേ. ആ എടാ സംസാരിക്കാം, സെറ്റിലേ. അയ്യോ ഞാൻ കുറച്ച് കിടക്കട്ടെ. മുന്നോ മുന്നോ കൊണ്ട് സംസാരിക്കേ. റാമു സംസാരിക്കണ്ട, സീനാവും. സംഭവം സീനായി. നിങ്ങളുടെ കോമാളിത്തരത്തിന് വേണ്ടിയിട്ട് നമ്മൾ മൂഞ്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഇറക്കി വിടും. അപ്പോ പോലീസിനെ വിളിച്ചാ? ആ പോലീസിനെ പിന്നെ വിളിക്കൂലോ. റൂമിൽ ഇങ്ങനെ കൊലപാതകം നടക്കുന്നത് അവർക്ക് സംശയം ഉണ്ടാവില്ലേ? 5 മണ്ണുള്ള റാംബോ ഭിക്ഷോ എന്ന് പറഞ്ഞിട്ട് കട്ടിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ? ഇത് ജാമ്യം കിട്ടാത്ത വകുപ്പാവോ? എന്താ പോയത്? ഈ ഇലകൾ മൊത്തം. ആ ഇലകൾ നമുക്ക് വാങ്ങാം പുതിയ. വായോ ആണോ? എന്നാ പിന്നെ ലൈവ് കഴിഞ്ഞിട്ട് കാണാം. ഇതൊന്ന് എൻ്റെ ചെയ്തോട്ടെ, എന്നിട്ട് കാണാം. ഓണറിനെ വിളിക്ക്, ഓണറിനോട് സംസാരിക്കാം. വാ നീ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വന്ന് സംസാരിക്കടാ. കമോൺ ബ്രോ, ഇവിടെ വന്ന് സംസാരിച്ചോ. ക്യാമറയുടെ മുന്നിൽ വരാൻ ധൈര്യം ഇല്ലെങ്കിൽ ഇതാ ഇതിൻ്റെ അപ്പുറത്ത് വന്ന് സംസാരിച്ചോ, കുഴപ്പമില്ല ബ്രോ. ഇവിടെ നിന്നാ ക്യാമറ കാണൂല, സത്യമായിട്ട് കാണൂല. ഞാൻ കള പറയുന്നല്ല. അപ്പൊ പിന്നെ അത് സാധാരണ സമാനത്തിൽ പറഞ്ഞാൽ മതിയല്ലോ അല്ല? അപ്പൊ ശരി. എന്താന്ന് ഓണർ എന്താ പറയുന്നത്? ആണോ? അല്ല അപ്പൊ നമ്മള് കണ്ടിന്യൂ ചെയ്യണോ അതോ നിർത്തണോ? എന്താണ് ഓണർ എന്താ പറയുന്നത്? എന്തേലും എക്സ്ട്രാ കൊടുക്കാന്ന് പറ, അപ്പൊ ചെയ്യാൻ വിടും. ശരി. അല്ല മുന്നു സംസാരിച്ചാൽ മതി. മോനെ ഇവിടെ പോലീസിനെ വിളിക്കുന്നല്ല പറയുന്നവര്, മനസ്സിലാ? അതിന്റെ ഇടയ്ക്ക് നിങ്ങള് സ്ക്രിപ്റ്റാ? എന്ത് സ്ക്രിപ്റ്റ്? ബ്രോ സൗണ്ട് വേണ്ടെങ്കിൽ വേണ്ട, നിർത്തോ. ഓണറിനെ വിളി ബ്രോ. കായംകുളം ആദ്യമായിട്ടും നല്ലായിരുന്നു ബ്രോ, അതൊന്നും ചെയ്യാനില്ല. സ്ക്രിപ്റ്റാ? ക്യാമറ കാണിക്കാം. ആരോ ചെറുങ്ങനെ അടിച്ചിട്ട് ഓണർ അടിച്ചിട്ട് ബ്രോ സൗണ്ട് വേണ്ടെങ്കിൽ മര്യാദക്ക് പറഞ്ഞാൽ സൗണ്ട് നിർത്തി, അത്രേ ഉള്ളൂ. ഉണ്ടോ? ഇങ്ങോട്ടില്ലല്ലോ, അപ്പൊ അതും അത്രേ ഉള്ളൂ. സ്ക്രിപ്റ്റ് അല്ല ബൈ ഹോട്ടൽ. നീ എന്നെ എന്തായിട്ടാ കാണുന്നത്? അപ്പൊ ശരിക്കും നിങ്ങളെന്നെ എങ്ങനെയാ കാണുന്നപ്പോ? ഇവിടെ തീട്ട കേസും പറഞ്ഞ് ഞാൻ ഹോട്ടൽ വാങ്ങാൻ നടക്കണം. ഇവിടെ ഒരു ഹോട്ടൽ വാങ്ങാൻ എത്ര പൈസ ആവുന്ന വിചാരം മോനെ? എന്താ വിചാരം? ഒരു ഹോട്ടൽ വാങ്ങാൻ ചില്ലറ പൈസ കൊടുത്ത് ഹോട്ടൽ വാങ്ങാതാ? എടാ ഇതെല്ലാം ഒന്ന് എടുത്തു നോക്കാം നമുക്ക്. എന്താ പിന്നെ വൈൻഡപ്പയോ? എടാ ഇവർക്ക് ഇത് അടങ്ങാറാ, പോലീസിനെ വിളിക്കുന്ന പറയും. അപ്പം കുറച്ച് സമയം ഒരു 10 മിനിറ്റ് കൂടി ആയിട്ട് എന്ത് ചെയ്യാം? ഓക്കെ എന്തേലും പറ. ചാറ്റ് ഈഗോ എന്ത് ഈഗോ കാണിക്കാൻ വേണ്ടി 10 കോടി കൊടുത്ത് എയർടെൽ ഇത് വാങ്ങാനാ, ഹോട്ടൽ വാങ്ങാനാ? എന്താണത്? എൻ്റെ ഇല്ല 10 കോടി ഒന്നും. എടാ ഓണറോട് പറഞ്ഞിട്ട്. ആണോ? അല്ല ഇവന്മാർക്ക് എങ്ങനെ നമ്മളിവിടെ ഉള്ള അറിയാം? ഓ അപ്പൊ ഓണർ അല്ല സീന്, ലൈവ് കണ്ടിട്ട് ലൊക്കേഷൻ മനസ്സിലാക്കിട്ട് ആരോ അവരാന്ന് അടിച്ച് കട്ടായിട്ടാ. എന്നാ പിന്നെ പറഞ്ഞ കാര്യമില്ല. അപ്പൊ പിന്നെ കഴിഞ്ഞോ? അത് അടിച്ച് കട്ടായിട്ട് ഓരോന്ന് പറയുന്നത്. വിട്. എനിവേസ് ചാറ്റ് കോള് വിക്കിയോടിയാ.
അല്ല വിക്കി നടക്കുന്നതിന് ഡയറക്റ്റഡ് ബൈ എലിസാർന്ന്. ഇനി എന്ത് നടന്നാലും ക്രെഡിറ്റ് നിൽക്കാം. ഇവിടെ എന്ത് നടന്നാലും പണ്ട് ഓൾഡ് കോപ്പി നീ സ്ക്രിപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോ എന്ത് ഇപ്പൊ ഇവന് ബുദ്ധിയില്ല. നോ എൻഡ് എന്താ ചെയ്യേണ്ട പറ, അല്ല നമ്മള് ചെയ്തോണ്ടിരുന്ന WWE ആണ്. അത് പക്ഷേ അതിന് കണ്ടിന്യൂഷൻ ചെയ്യാൻ പറ്റും. അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അല്ല ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഓണറോട് സംസാരിച്ചോട്ടെ. ഇത് ആരിലാന്ന് നമുക്ക് മനസ്സിലാവില്ല. മാനേജർ ആണോ ഓണറാണോ? ഒരു 4-5 ആൾക്കാരുണ്ട്. അവന്മാരാണെങ്കിൽ ക്യാമറ മുന്നിൽ വരുന്നില്ല. അല്ല അമ്മ പോയി ഇത് ബള്ളടിച്ചിട്ട് വന്ന ടീമാ. വരുന്ന ഞാൻ പറഞ്ഞു, ഞാൻ അവരടുത്ത് പറഞ്ഞു ഔട്ട്സൈഡേഴ്സ് വെള്ളം അടിച്ചിട്ട് ഇവിടെ വന്ന് കയറി നിങ്ങൾക്ക് നമുക്ക് എന്ത് സേഫ്റ്റിയാണ് പറഞ്ഞതെന്ന് ചോദിച്ചു. പക്ഷെ അവരിപ്പോ പറയണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ചെക്ക്ഔട്ട് ചെയ്യണം. അവര് പോലീസിനെ വിളിച്ചിട്ടുണ്ട്, നമ്മളിപ്പോ ചെക്ക്ഔട്ട് ചെയ്യണം. പോലീസ് വന്നിട്ട് പോവാ. അല്ല ഇത് അങ്ങനെ ജയിലിൽ പോകേണ്ട എന്തിന് ഇവിടെ പൊട്ടിയിട്ട് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാൻ വിളിച്ചിട്ടോ, ആ ഓണറിനെ വിളിച്ചിട്ടോ എന്താ വേണ്ടത് നമ്മള് ലൈവ് കണ്ടോണ്ടിരിക്കട്ടെ. അല്ല കളിയാക്കാൻ ഇതാക്കാൻ നമ്മളില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ സാർ ഒരു സ്ഥാപനം നടത്തുന്നതാണ്. വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, വി റെസ്പെക്ട് ദാറ്റ്. സാറിന്റെ സ്ഥാപനത്തിൽ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയോ, എന്തുവാണെങ്കിലും ചെയ്തരാ. പോലീസിനെ വിളിക്കാനൊന്നും വിളിക്കാണ്ടിരിക്കുന്നതിൽ നിങ്ങൾ ഇഷ്ടം. ഇതൊന്നും കേസാകാനുള്ള സാധനമൊന്നുമില്ല. ഇവിടെ സൗണ്ട് പൊല്യൂഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതിന്റെ അപ്പുറത്തൊന്നുമില്ല. വാട്ടെവർ അത് നിങ്ങൾ വിളിക്കുന്നതിനെ വിളിച്ചോ. പിന്നെ അവിടുത്തെ നാശനഷ്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർത്തരും. അതിന് അത്ര ഇതല്ല നമ്മൾ മനസ്സിലാവും. പിന്നെ ഇവിടെ സൗണ്ട് ഉണ്ടായത് നമ്മൾ ഡോർ അടിച്ചിട്ടാണ് സ്ട്രീം ചെയ്യുന്നത്. പുറത്തേക്ക് സൗണ്ട് കേട്ടില്ല. ഇവിടെ കള്ളു പിടിച്ചിട്ട് വന്ന് ഒച്ചപ്പാടാക്കിയ ആൾക്കാരാണ് സൗണ്ട് ആക്കിയത്. ഓക്കെ, അവരെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടാണ്ടിരിക്കേണ്ടത് നിങ്ങൾ നമുക്ക് തരേണ്ട സെക്യൂരിറ്റി ആണ്. ഓക്കെ, വാട്ടെവർ. ബ്രോ നിങ്ങളെ ബിഗ് ബോസ് എന്താ? ഇതാണ് ബിഗ് ബോസ്. ഇതല്ലാതെ ബിഗ് ബോസ് മനസ്സിലായോ? ബിഗ് ബ്രദർ ആണ്. IRL മോനെ IRL ചെയ്യാൻ എന്തെല്ലാം പാടാറിയോ? ഒന്നാമത് ഡിവൈസ് ഇല്ല. ഡിവൈസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്ത് ഫോണിലെല്ലാം ചെയ്യാന്ന് പറയണം. കാരണം ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ ഞാൻ IRL ചെയ്യും. ഓക്കെ, എന്തായാലും നമുക്ക് കുറച്ച് സമയം കൂടി ലൈവ് ചെയ്തിട്ട് എൻഡ് ചെയ്യാം. നമുക്ക് വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണം. അങ്ങനെ ഈഗോ കാണിച്ചിട്ട് ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്തിട്ട് മാസം കാണിക്കാനൊന്നും ഞാനില്ല. ബി റെസ്പെക്ട്ഫുൾ, അത്രേ ഉള്ളൂ. എനിവേസ്, ഓണർ ലൈവ് കാണുന്നുണ്ടെങ്കിൽ റിയലി സോറി. സൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്ലാൻ ചെയ്തതല്ല. നമ്മളിങ്ങനെ എന്തോ ഒരു വൈബിന്റെ പുറത്ത് പോയപ്പോൾ അങ്ങനെ ആയിപ്പോയതാ, സൗണ്ട് ആയിപ്പോയതാ. ഓക്കെ, എനിവേസ്. അയ്യോ ഇതെന്താ വൈഫൈന്റെ കേബിൾ വരെ ഇളക്കിയോ? ഗൈസ് കേൾക്കുന്നുണ്ടോ? ചാറ്റ് കാണുന്നുണ്ടോ? ഞാൻ കുറച്ചും മങ്കിയെല്ലാം ചെയ്യാന്ന് വിചാരിച്ചത്. അയാളോട് ഞാൻ ഒന്ന് സംസാരിച്ച അയാൾ കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റൂല. ഇല്ല, എങ്ങനെ വാശി കാണിക്കണോ? കുറച്ച് അതിലൊരു വെള്ളിയെല്ലാം പിടിച്ചിട്ട് ഞാൻ ഇടപെടട്ടെ. പിന്നെ അടിച്ച് പള്ളി വേണ്ട. എന്താ കൈവൊക്ക്? ഇത് ഞാൻ പറയുന്ന നമ്മളെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. സൗണ്ട് ഉണ്ടാക്കി എന്നുള്ളത് തെറ്റാണ്. ബാക്കി നമ്മളെ തെറ്റുന്നില്ല. ഇത് ലൈവ് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളവര് കൈവൊക്ക്, അതായത് വള്ളി പിടിക്കണം എന്നുള്ളവര് കൈവൊക്ക്. വള്ളി പിടിക്കണ്ടെന്ന് പറയുന്നവര് വള്ളി പിടിക്കണ്ടെന്ന് പറയുന്നവര് കൈവൊക്ക്. മുന്നു മാത്രമേ പൊക്കിയിട്ടുള്ളൂ. 3 1 2 3 4 ഞാനുണ്ട്. അഭിപ്രായം എന്താ? ഇവിടെ ഓണർ അല്ല, ഓണർ നിർത്താൻ പറഞ്ഞാൽ നിർത്താൻ. ഇത് ലീഗലി നമ്മൾ നിർത്തേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇവിടെ കുറച്ച് ഒച്ചപ്പാടും ബോളെ പുറത്തുനിന്ന് 2 കള്ളുടിയന്മാർ വന്നിട്ടേ ഒച്ചപ്പാടും ബോളാക്കി. അപ്പൊ അതിന്റെ ഒരു അപ്പൊ ഓണറിന് ഇതായി. ഓണർ നിർത്താൻ പറഞ്ഞല്ലേ? എന്താ ചെയ്യണ്ട? പോലീസ് ചെയ്യണമെന്നല്ല. ഇവിടെ അതിന് ജാമ്യം ഇല്ലാത്ത കേസൊന്നുമല്ല. ഇത് വിട്. അതല്ലാണ്ട് ഞാൻ ചോദിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ട? വാശി പിടിക്കണം. അല്ല ചെയ്യണമെന്ന് അവര് പറയുന്നത് സൈലന്റ് ആയിട്ട് ചെയ്തോട്ടെ എന്ന് ഒന്ന് ചോദിച്ചു. ഒന്നുകൂടി റെസ്പെക്ട് ചോദിച്ചു. അവര് പറഞ്ഞു ഇല്ല, ഇപ്പൊ ചെക്ക്ഔട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയണം. ലൈവ് നടത്താൻ പോലും ഇല്ല, ചെക്ക്ഔട്ട് ചെയ്യണമെന്ന് പറയണം. എന്തായാലും ലൈവിലൊരു വള്ളി വേണ്ട. നമുക്കിത് കഴിഞ്ഞിട്ട് എന്തായാലും നോക്കാം.
അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ ഇന്നത്തെ ലൈവ്. അത്രേ ഉള്ളൂ. അതായത് ലൈവ് എൻഡ് ചെയ്തിട്ട് നമ്മൾ ഇപ്പൊ തന്നെ ചെക്കൗട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അവർക്ക് ലൈവ് എൻഡ് അല്ല പോലും, അവർക്ക് ചെക്കൗട്ട് ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് രണ്ടുപേര് വന്നിട്ടല്ലേ ഇത്രയും പ്രശ്നമായിരുന്നു വെച്ചാൽ അപ്പൊ അവര് പറഞ്ഞു പുറത്തുനിന്ന് പറഞ്ഞതിന് മുമ്പ് നിങ്ങളെ ലൈവ് നമ്മൾ കാണാൻ നിങ്ങൾ എന്തൊക്കെയാ റൂമിൽ കാണിച്ചത് നമ്മൾ കണ്ട് ഇത്രയും ബഹളമൊന്നും റൂമിൽ പറ്റൂല, അതിനാ പ്രശ്നം. നിങ്ങളിപ്പോ ചെക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ. അയാൾ ഇത് തന്നെ പറഞ്ഞോണ്ട് ഇങ്ങനെ ചെക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഗുഡ് നൈറ്റ് ഗൈസ്.